ട്രോജൻ യുദ്ധത്തിന്റെ അവസാനത്തോടെ ഗ്രീക്കിന്റെ രാജാവായ ഒഡീസിയസ് തന്റെ അക്കിയൻ എന്ന ആർമിയോടൊപ്പം ട്രോജൻ രാജാവായ പ്രിയാമിന്റെ കൊട്ടാരത്തിലേക്ക് ആക്രമണം നടത്തുന്നു. അക്കിയൻ ആർമി ട്രോജൻ കൊട്ടാരത്തിന്റെ പ്രധാന കവാടം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അക്കിയൻ ആർമിയിലെ മെർമിഡോൺസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ശക്തരായ യോദ്ധാക്കൾ കൊട്ടാരത്തിന്റെ മതിലിലൂടെ അള്ളിപ്പിടിച്ച് ആ മതിലിന്റെ മുകളിലേക്ക് എത്തപ്പെട്ടു. മെർമിഡോൺസ് എന്ന യോദ്ധാക്കളിൽ ശക്തരായ പ്രധാനപ്പെട്ട രണ്ട് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ ലെജൻഡറി ആയിട്ടുള്ള ഏക്കിലീസും മറ്റൊരാൾ അക്കിലീസിന്റെ സുഹൃത്തായ മെംനോണുമാണ്. യഥാർത്ഥത്തിൽ മെംനോൺ ഒരു വക്കാണ്ടൻ വാർഡോഗ് ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബക്കായി എന്നാണ്. ബക്കായുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ട്രോജൻ കൊട്ടാരത്തിലെ ഹെലൻ എന്ന സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു വക്കാണ്ടൻ ആർട്ടിഫാക്ട് കൈക്കലാക്കിയിട്ട് അതും കൊണ്ട് തിരികെ വക്കാണ്ടയിലേക്ക് പോവുക എന്നതാണ്. കൊട്ടാരത്തിന്റെ മതിലിന്റെ മുകളിലേക്ക് കയറിയ മെർമിഡോൺസിനെ ട്രോജൻ ആർമി കണ്ടെത്തുകയും മെർമിഡോൺസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ട്രോജൻ ആർമിയെ ആക്കിലീസും മെംനോണും മറ്റു മെർമിഡോൺസും ആക്രമിച്ച് നിലംപരിശാക്കുന്നു. ട്രോജൻ ആർമി മെർമിഡോൺസിനെ കണ്ടെത്തിയെന്നറിഞ്ഞ രാജാവായ ഒഡീസിയസ് തന്റെ അക്കിയൻ ആർമിയോടും മെർമിഡോൺസിനോടും യുദ്ധം അവസാനിപ്പിച്ച് തിരികെ പോകാൻ ആജ്ഞാപിക്കുന്നു. ആക്കിലീസ് ഒരു ധീര യോദ്ധാവാണ്. ഒരു യുദ്ധത്തിൽ നിന്നും പിന്മാറിപ്പോകാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും തന്റെ രാജാവായ ഒഡീസിയസിന്റെ ആജ്ഞയെ പാലിക്കേണ്ടതുകൊണ്ട് മാത്രം അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. അന്നത്തെ യുദ്ധം വിജയിച്ചതിന്റെ സന്തോഷത്തിന് ട്രോജൻ ആർമി തടികൊണ്ട് നിർമ്മിച്ച ഒരു വലിയ പടികൂറ്റൻ കുതിരയെ ട്രോജൻ കൊട്ടാരത്തിന്റെ അകത്തേക്ക് അലങ്കരിച്ചു കൊണ്ടുവന്നു. എന്നാൽ ആ കുതിരയുടെ ഉള്ളില് മെർമിഡോൺസും അക്കിലീസും മെംനോണും കയറി കൂടിയിട്ടുണ്ടായിരുന്നു. ഗ്രീസിന്റെ രാജാവായ ഒഡീസിയസിന്റെ ആജ്ഞ പ്രകാരമാണ് ട്രോജൻ ആർമി നിർമ്മിച്ച കുതിരയുടെ ഉള്ളിൽ മെർമിഡോൺസ് കയറി കൂടിയത്. അർദ്ധരാത്രിയായപ്പോൾ പുറത്തേക്കിറങ്ങിയ മെർമിഡോൺസ് ഓരോരുത്തരായിട്ട് കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിൽ നിൽക്കുന്ന ട്രോജൻ സൈനികരെ എല്ലാം ആക്രമിച്ചു കൊല്ലുവാൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് സൈനികന്മാരെ മൊത്തം ആക്രമിച്ചു കൊന്ന മെർമിഡോൺസ് ട്രോജൻ കൊട്ടാരത്തിന്റെ പ്രധാന കവാടം അകത്തു നിന്ന് തുറന്നു കൊടുത്തതോടെ അക്കിയൻ ആർമി മൊത്തം ട്രോജൻ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുവാൻ ആരംഭിച്ചു. ട്രോജൻ ആർമി മെർമിഡോൺസിനെ വളയുന്നുണ്ടെങ്കിലും ആക്കിലീസ് ഒറ്റയ്ക്ക് നിന്ന് ട്രോജൻ ആർമിയോട് പോരാടി. ഇതേ സമയത്ത് ആക്കിലീസിനെ തനിച്ചാക്കിയിട്ട് ട്രോജൻ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച മെംനോൺ അവിടെയുള്ള ഹെലൻ എന്ന സ്ത്രീയുടെ പക്കൽ നിന്ന് ആ വക്കാണ്ടൻ ആർട്ടിഫാക്ട് സ്വന്തമാക്കുന്നു. ഇതെല്ലാം കണ്ടോണ്ട് അവിടേക്ക് വന്ന ആക്കിലീസ് മെംനോൺ ഒരു ട്രോജൻ ചാരനാണെന്ന് തെറ്റിദ്ധരിച്ച് താൻ ചതിക്കപ്പെട്ടു എന്ന വിചാരത്തിൽ തന്റെ ഉറ്റ സുഹൃത്തായ മെംനോണുമായിട്ട് ഏറ്റുമുട്ടി. താൻ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടും തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആക്കിലീസിന്റെ കാലിൽ ഒരു വലിയ വെട്ടുവെട്ടിയ ശേഷം ആക്കിലീസിന്റെ നെഞ്ചിലേക്ക് മെംനോൺ ഒരു കടാര കുത്തിയിറക്കുന്നു. അതോടെ ആക്കിലീസ് എന്ന ലെജൻഡ് മരണപ്പെട്ടു. 6 മാസങ്ങൾക്ക് ശേഷം മെംനോൺ എന്ന ബക്കായി വക്കാണ്ട എന്ന തന്റെ സ്വന്തം ദേശത്തേക്ക് തിരികെ എത്തി. ഇപ്പോൾ വക്കാണ്ടയിലെ വാർഡോഗ്സിന്റെ ഡയറക്ടർ നോണിയാണ്. തന്റെ സ്വദേശമായ വക്കാണ്ടയിലേക്ക് തിരികെ എത്തിയിട്ട് പോലും താൻ ഇപ്പോഴും അവിടെ ഒരു അപരിചിതനെ പോലെയാണെന്നും ആ കാരണം കൊണ്ട് തന്നെ പുറം ലോകത്തിലേക്ക് തന്നെ മിഷൻസിനൊക്കെ അയക്കണമെന്നും ബക്കായി നോണിയോട് അഭ്യർത്ഥിക്കുമ്പോൾ നോണി അതിന് സമ്മതിക്കുന്നു.